ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസം കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ വൈകുന്നേരം ഒരു 5-5:30 ആ സമയമൊക്കെയാണ് കേട്ടോ. ഒരു ഇളം വെയിലും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായ ഒരു സമയം. അപ്പോൾ ചെറിയൊരു ഡ്രൈവിന് പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നോക്കി സൂര്യൻ അസ്തമിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നുന്ന മനോഹരമായ കാഴ്ച. അതുപോലെ തന്നെ റോഡിൻ്റെ രണ്ട് വശത്ത് നോക്കിയാൽ എന്ത് രസമായിട്ടാണ് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പൂക്കളും പുല്ലുകളൊക്കെ ഒരേ നിരപ്പിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് നല്ല രസമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നും. പ്രത്യേകിച്ച് പൂക്കളല്ലേ, മനസ്സിന് എങ്ങനെ സന്തോഷം തോന്നാണ്ടിരിക്കുക. അങ്ങനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മിർഡിഫിലെത്തി കേട്ടോ. അപ്പോൾ മിർഡിഫിലൊരു മോളുണ്ട്, മിർഡിഫ് മോൾ എന്നാണ് പേര്. അപ്പോൾ മിർഡിഫ് മോളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. അങ്ങനെ നമ്മൾ നേരെ മിർഡിഫ് മോളിലേക്ക്. ഇപ്പോൾ റംദാൻ നോയമ്പ് തുടങ്ങിയിട്ടില്ല, നോമ്പ് തുറക്കുന്ന സമയമായിട്ടില്ല, ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിർഡിഫ് മോളിൽ ചെന്നപ്പോൾ ഫുഡ് കോർട്ടൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണേ. കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത ഫുഡ് കോർട്ട്. ആളുകളൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് നല്ല മനോഹരമായ ഒറിജിനൽ പൂക്കളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഇവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ശരിക്കും ഇഫ്താർ കഴിയുമ്പോഴേക്കും എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഇഫ്താർ ആവാത്തതുകൊണ്ട്, അതായത് നോമ്പ് തുറക്കൽ ആവാത്തതുകൊണ്ട് എല്ലാവരും ആ ഒരു ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലും ഒക്കെയാണ്. ഇവിടെ നോക്കി ഇരിക്കാനുള്ള സ്ഥലങ്ങളും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് പോയി നോക്കുമ്പോൾ റംദാൻ്റെ ഡെക്കറേഷൻസ് കണ്ടോ, ചന്ദ്രക്കല പോലെ ഇങ്ങനെ ഡെക്കറേഷൻ. ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണമെന്നില്ല കേട്ടോ ഈ ലൈറ്റ്, ഒറിജിനലായിട്ട് കാണുമ്പോൾ. ഇത് വീഡിയോയിലായതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു ആ ഫൗണ്ടൻ കാണാൻ വേണ്ടി ഓടി വന്ന് നോക്കുമ്പോൾ എന്തൊരു അത്ഭുതം, ഒരു തുള്ളി വെള്ളമില്ല ഫൗണ്ടൻ്റെ അകത്ത്. എന്നാൽ പിന്നെ നമുക്ക് അടുത്തുള്ള ഡെക്കറേഷൻസ് കാണാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഡെക്കറേഷൻസിൻ്റെയൊക്കെ ചുറ്റ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ അപ്പുറത്തൊരു ഷോപ്പിൽ ഭയങ്കര തിരക്ക്, എന്താണെന്നറിയില്ല, ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ. നോക്കുമ്പോൾ 2 ദിർഹത്തിന് ചിക്കൻ വിങ്സ് കൊടുക്കുന്നു. ഓ മൈ ഗോഡ്, ആ ചാൻസ് നമുക്ക് എങ്ങനെ കളയാൻ പറ്റും. അപ്പോൾ പിന്നെ ഒന്നും സമയം കിട്ടില്ല, നേരെ നമ്മൾ ആ ക്യൂവിലേക്ക് നിന്നു. പല ഫ്ലേവേഴ്സിലുള്ള ചിക്കൻ വിങ്സൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കുട്ടി വീഡിയോയും അവിടെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കേണ്ട അവരുടെ ആഡ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും കണ്ട സ്ഥിതിക്ക് ഞാൻ അതും കൂടെ അങ്ങ് എടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ ഫ്ലേവേഴ്സ് ആണെന്നൊക്കെ അറിയാമല്ലോ. അവിടെ സൈഡിലുള്ള ബോർഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ ഫ്ലേവേഴ്സ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് സെലക്ട് ചെയ്യാം. മിനിമം നമ്മൾ ഒരു 40 വിങ്സ് എടുക്കണം, മാക്സിമം 80 വിങ്സ്, അതാണ് ഒരാൾക്ക് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഓരോ ആൾക്കാരും 2ഉം 3ഉം 80 വിങ്സ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒരാൾക്ക് 80 വിങ്സ് ആണല്ലോ മാക്സിമം എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ 2ഉം 3ഉം ഒക്കെ എടുത്തിട്ട് കുറേ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്ത് ഒറിജിനൽ ഹോട്ടാണ് കേട്ടോ എടുത്തത്. കാരണം ഓൾറെഡി നോയമ്പ് എടുക്കുന്നുണ്ട്, റംദാൻ നോയമ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി വിശന്നിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ വലിയ റിസ്ക് ഒന്നും എടുക്കണ്ട. ഭയങ്കര എരിവുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര മൈൽഡായിട്ടുള്ള എരിവുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ ഹോട്ട് എന്നുള്ള ആ ഫ്ലേവറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വിങ്സ്റ്റോപ്പ് എന്നാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ പേര്. അങ്ങനെ നമുക്ക് അവസാനം നമ്മളുടെ വിങ്സ് നമുക്ക് കിട്ടി. ഇതാണ് കേട്ടോ. ആദ്യം കുറച്ച് കഴിച്ചപ്പം വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ബാക്കി വന്നാൽ ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കണം. ഇവിടെ ഇപ്പോൾ ലൈറ്റ്സൊക്കെ വന്നു കണ്ടോ, ഒരു 7 മണി ഒക്കെ ആയി ആ ടൈം. അപ്പോൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ആകെ ശരിക്കും പറഞ്ഞാൽ തണുക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് ചൂടൊക്കെ ഇവിടെ തുടങ്ങി, ഭയങ്കര തണുപ്പില്ല. പക്ഷേ കാറ്റടിച്ചപ്പം അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് നമ്മൾ റംദാൻ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ പതുക്കെ മോളിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക്. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ മോള് ഫുള്ളങ്ങനെ കറങ്ങാനൊന്നും നിന്നില്ല. നമ്മൾ വേഗം പുറത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.